ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തതായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജെഇയുടെ സിറ്റി ഇൻറ്റിമേഷനും ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം എല്ലാവർക്കും അടുത്തൊക്കെ ആയിരിക്കും കിട്ടിയത്, അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് സെൻറ്റർ, ഏതാണ് സ്ഥലം എന്നൊക്കെ നോക്കുക. പോവാനുള്ളതും നേരത്തെ പോവേണ്ടതാണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറേ പേരൊക്കെ LP എഴുതിയ ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ അറിയാം, നമ്മൾ രണ്ടാമത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും JEE മാത്രം എഴുതാം. JEE ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അത് എല്ലാ എക്സാംസിനും, LP ആണെങ്കിലും NTPC ആണെങ്കിലും JEE ആണെങ്കിലും എല്ലാറ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് JEEയിൽ ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് JEE എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what will be the acute angle between the hour hand and the minute hand at 4:37 PM? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവും അതിനിടയിലുള്ള ആംഗിൾസ് നോക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം, ഒരു രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്നറിയോ? നമുക്ക് വാച്ചിനകത്ത് എങ്ങനെയാണ് വരിക? അപ്പൊ 4:37 എന്ന് പറയുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 7:30 കഴിഞ്ഞ് ഇവിടെ ആയിരിക്കും എന്ത് വരിക, മിനിറ്റ് ഹാൻഡ് വരിക. ഇവിടെ എന്താണ് 5, 4, ഇതാണ് 4. പക്ഷേ അവർ ഹാൻഡ് എന്തായിരിക്കും? 4ൽ നിന്നും കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെയുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ആംഗിള് നമ്മൾ എന്തായിട്ടെടുക്കും? ആംഗിൾ A ആയിട്ട് എടുക്കാം. ദെൻ അവർ ഹാൻഡിനെ നമുക്ക് H ആയിട്ട് എടുക്കാം. മിനിറ്റ് ഹാൻഡിനെ നമുക്ക് എന്തെടുക്കാം? M ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ആംഗിൾ ആണ് വേണ്ടത് അല്ലെ. A is equal to 11/2 into മിനിറ്റ്, എത്ര മിനിറ്റ് ആണോ അത്, മൈനസ് 30 into എത്ര അവർ ആണോ അത്. ഇതാണ് ആ ടൈമിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ഇവിടെ മിനിറ്റ് എത്രയാണ്? 37 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ 37 എന്ന് കൊടുക്കാം, മൈനസ് 30 into അവർ എത്രയാണ്? 4 ആണ് അല്ലെ. 4.37 എന്ന് പറയുമ്പോൾ 4 hour 37 മിനിറ്റ്. അപ്പൊ 37 നമ്മൾ മിനിറ്റിലും കൊടുത്തു, 4 അവറിലും കൊടുത്തു. അതാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 11 into 37 divided by 2. അപ്പൊ 11/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5.5 എന്നാണ് കിട്ടുക അല്ലെ. 5.5 into 37 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 203.5 എന്നാണ്. മൈനസ് 120 വരും അല്ലെ. 30 into 4 എന്ന് പറയുമ്പോൾ 120. 4 3 12, 120. അപ്പൊ 203.5 മൈനസ് 120 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 83.5 ഡിഗ്രി ആണ് ഇവര് തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ബിലോ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. കിട്ടുന്ന ആൻസർ ബിലോ 90 ഡിഗ്രി ആണോ എന്ന് നോക്കുക, നമ്മുടെ ഓപ്ഷൻ നോക്കുക, മാർക്ക് ചെയ്യുക. ചില കേസിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ആംഗിൾ ആയിട്ട് ഓപ്ഷനിൽ ആ ഒരു ആംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വക കാൽക്കുലേഷന്റെ ഒരു ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്താലും മതി. അത് അപൂർവമായിട്ടേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലോക്ക് കലണ്ടർ ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എല്ലായിടത്തും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത്
പ്രസന്റ് ഏജസ് ഓഫ് സായ് ആൻഡ് സതീഷ് ആർ ഇൻ ദ റേഷ്യോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അധികം സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. 3 years hence എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നിൽ നിന്നും 3 വർഷം കഴിഞ്ഞ്, ഫ്യൂച്ചർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? പ്രസന്റും ഫ്യൂച്ചറുമാണ് തന്നിരിക്കുന്നത്. സായ്, സതീഷ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ അവരുടെ ഏജ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 5x-ഉം 4x-ഉം ആണ്. 3 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എന്താവും? 5x + 3 ആവും. സതീഷിൻ്റെത് 4x + 3 ആവും. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. എന്തിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്? 5x + 3/4x + 3 = 11/9. ഇതാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഇതിന്റെയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? റേഷ്യോ തന്നിരിക്കുന്നത്. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി അല്ലെ. 5 9s are എത്രയാണ്? 45x ആണ്. +27 = 44x + 33. ഇത് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ 45x - 44x = 33 - 27 എന്ത് വരും? x = 6 എന്ന് വരും. x 6 ആണെങ്കിൽ നമ്മളോട് സതീഷിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. 6 4s are എത്രയാണ്? 24 years ആണ് സതീഷിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏജിന്റെ ക്വസ്റ്റ്യനും എന്താണ്? എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. ജെഇയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. കഴിഞ്ഞ ALPയിലെല്ലാം ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ് അല്ലെ. ഇപ്പൊ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. പക്ഷെ പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ തെറ്റിയും പോകും. എന്ത് ചെയ്യണം? -4 19 + 2 into -8. ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. ബ്രാക്കറ്റിനകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 into -8 എന്ന് പറയുമ്പോൾ -16 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -4 into 3. ആൻസർ എന്താണ്? -12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, -12 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഇക്വേഷൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -12 ആണ്. ഓക്കെ, അടുത്തത് which of the following numbers is a perfect square? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇക്വേഷനിലേക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസിലേക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. കാരണം സ്ക്വയർ നമ്പേഴ്സിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. സ്ക്വയർ നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റിലെ നമ്പേഴ്സ് എപ്പോഴും ഏതായിരിക്കും? 1 4 9 6 5 0. ഈ 6 നമ്പേഴ്സ് മാത്രമേ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുള്ളൂ. ഇവിടെ അത് നോക്കിയാൽ പോരെ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 1 വരുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 441 ആണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള നമ്പേഴ്സ് എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, അപ്പൊ അത് ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Veer spends 15% of his monthly income on the house rent and 60% of the rest on household expenditure. If he saves rupees 2210, what is his monthly income? Okay, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വീറിന്റെ ഇൻകം നമ്മൾ എത്രയായിട്ട് എടുക്കണം? 100% ആയിരിക്കും അല്ലെ. അപ്പൊ 100 ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മളോട് അല്ലെങ്കിൽ ഇപ്പം whatever it is, ഇൻകം x ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഇൻകം 100% ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, റെന്റിന് എത്രയാ പോകുന്നത്? 15% റെന്റിന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ബാലൻസ് പിന്നെ എത്രയുണ്ട്? 85% ബാലൻസ് ഉണ്ട് അല്ലെ. 85% 100ന്റെ 85% ബാലൻസ് ഉണ്ട്. അപ്പൊ 100 അവിടെ കഴിഞ്ഞു. ഇനി 85 ആണുള്ളത്. 85ൽ നിന്നും 60% ആണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന് കൊടുക്കുന്നത്. അപ്പൊ ബാലൻസ് എത്രയാ വരുന്നത്? 40% ആണ് ബാലൻസ് ഉള്ളത്. അതായത് 85ന്റെ 40% ആണ് ഇനി ബാലൻസ് ഉള്ളത്. അപ്പൊ 85ന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക്. ദെൻ ഇവിടെ എന്ത് വരും?
4 നമുക്ക് ഇവിടെ 2 ഇവിടെ 5 എന്ന് വരും. 85 5ൽ എത്ര ടൈംസ് ആണ്? 17 ടൈംസ്. 17 into 2 എന്ന് പറയുമ്പോൾ ബാലൻസ് എത്രയാ ഉള്ളത്? 34% ആണ് ഉള്ളത്. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 34% ആണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള 2210 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? 2210 into 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 34 ചെയ്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് 34നെ ഇത് 50 ചെയ്യാം. ഇവിടെ നമുക്ക് 17 കിട്ടും. 221ൽ 17 13 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 130 into 15 കിട്ടും. 13 into 5 എന്താണ്? 65 ആണ്. 2 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇൻകം എത്രയാ വരുന്നത്? 6500 ആണ് വീറിന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു മെത്തേഡ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വൃത്തിയായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The product of two decimals is 0.768. If one of the decimal number is 1.6, okay, 1.6 into x is equal to 0.768 ആണ്. Just normal simplification calculation ആണ് ചെയ്യേണ്ടത്. 768 divided by 1.6 ചെയ്താൽ മതി. നമുക്ക് ഡെസിമൽ പ്രോപ്പർട്ടി മാറ്റാനായിട്ട് into 1000 ചെയ്യുമ്പോൾ എന്ത് വരും? 768 16 into 100 എന്ന് വരും അല്ലെ? 1000ൽ ഒരു 0 മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ബാലൻസ് 100 അവിടെ തന്നെ ഇരിക്കട്ടെ. 600 768 16ൽ എത്ര ടൈംസ് പോവും എന്ന് നോക്കുക? 48. 16 into 48 ആണ് 768. ഇനി 48 divided by 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.48. സോ അടുത്ത നമ്പർ ഏതാണ്? 0.48 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ. ഇത് നോർമൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന നമ്മൾ 7th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന മെത്തേഡാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ്. A lawn roller makes 20 revolutions in 1 hour. The radius it runs through 25 minutes. ഒരു lawn roller ഒരു മണിക്കൂറിൽ 20 റെവല്യൂഷൻസ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷനാ വരിക? 20 by 60 വരും, which is equal to 1/3 റെവല്യൂഷൻ ആണ് ഒരു മിനിറ്റിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 25 മിനിറ്റിൽ എത്ര റെവല്യൂഷൻ ഉണ്ടാവും? എത്ര റെവല്യൂഷൻ ഉണ്ടാവും? ഒരു മിനിറ്റിൽ ഇത്രയാണെങ്കിൽ 25 മിനിറ്റിൽ അത് എത്രയായിരിക്കും? 25/3 റെവല്യൂഷൻ ആണ് 25 മിനിറ്റിൽ ഉണ്ടാക്കുന്നത്. ഈ 25/3 മിനിറ്റിൽ എത്ര റേഡിയൻ ആണ് അവിടെ, റേഡിയസ് ആണ് അവിടെ കവർ ചെയ്യണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു റെവല്യൂഷൻ എടുക്കുന്ന റേഡിയൻ എത്രയാണ്? 2π ആണ് അല്ലെ? 2π ആണ് ഒരു റെവല്യൂഷൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25/3 റെവല്യൂഷൻ എത്രയായിരിക്കും? 2π into 25/3 ചെയ്താൽ പോരെ? നമുക്ക് ആൻസർ എന്ത് കിട്ടും? 50π/3 ആണ് എന്തെടുക്കുന്നത്? 25 മിനിറ്റ്സിൽ എടുക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, 25 മിനിറ്റ്സിൽ എടുക്കുന്ന റേഡിയസ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എക്സാംസിന് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പൊ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. What is the mean of first 5 triangular numbers? Triangular number എന്ന് വെച്ചാൽ എന്താണ്? 1 1 2 3. അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6 അല്ലെ? അടുത്ത ട്രയാങ്കിൾ എത്രയാണ്? 1 2. അപ്പൊ ഇവിടെ എന്താണ്? 1 3 6. അടുത്തത് 1 2 3 ബേസിൽ 4 എണ്ണാണ്. 1 2 4 5 6 7 8 9 10. അടുത്തത് 10 ആണ്. ഇനി ഒരെണ്ണം കൂടെ വേണം അല്ലേ? അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 ആണ് അടുത്ത ട്രയാങ്കുലർ നമ്പർ. ഇതിന്റെ മീൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി ഏത് നമ്പർ ആണെങ്കിലും. ആദ്യം ആഡ് ചെയ്യുക. 6 + 3 9 + 1 10 10 + 10 20 20 + 10 30 30 + 5 35. 35 divided by 5 എന്നാണ് വരിക. ആൻസർ എന്ത് വരും? 7 എന്ന് വരും. ഇത് ആക്ച്വലി ഈ ഒരു നമ്പേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ പെന്ന് പോലും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് 7 എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് cosec a plus cot a is equal to 2. Then cot a.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ? നമുക്ക് ആദ്യം നമ്മൾ എന്താ എടുക്കുന്നത്? കൊസീക് എ പ്ലസ് കോട്ട് എ ഇസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി നമ്മൾ എല്ലായിടത്തും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? എന്താണ് അറിയുന്നത്? കൊസീക് സ്ക്വയർ എ പ്ലസ് കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 എന്ന് അറിയാം അല്ലെ? ഇത് ഏത് ഫോമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? കൊസീക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക് എ പ്ലസ് കോട്ട് എ എന്ന് നമുക്ക് എഴുതാം ഈക്വൽ ടു 1. ഈ കൊസീക് എ പ്ലസ് കോട്ട് എ എന്താണെന്ന് നമുക്കറിയാം, 2 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്ത് കിട്ടും? കൊസീക് എ മൈനസ് കോട്ട് എ ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കൊസീക് എ മൈനസ് കോട്ട് എ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, 1/2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കൊസീക്ക് എത്രയാണെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമുക്ക് എന്തറിയാം? നമ്മൾ സോൾവ് ചെയ്യാണ്. ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇത് രണ്ടെണ്ണം കൂടെ സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇവിടെ എഴുതി കാണിക്കണില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് വരും? കോട്ട് കോട്ട് ക്യാൻസൽ ആവും, കൊസീക്ക് വരും അല്ലെ? അപ്പൊ കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 കൊസീക് എ ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1/2 ആണ്. 2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5/2 എന്ന് വരും അല്ലെ? 5/2 എന്ന് വരും. അപ്പൊ ഇവിടെ 2 ആണ്. അപ്പൊ കൊസീക് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5/2/5/4 എന്ന് വരും. ഈ 2 ഇവിടെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അവിടെ 4 വരും. കൊസീക് എ 5/4 ആണ്. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ? കോട്ടെ കൊസീക് എ 5/4 ആണെങ്കിൽ കോട്ടെ എന്തായിരിക്കും? 2 മൈനസ് 5/4 ആയിരിക്കും അല്ലെ? അപ്പൊ 8 മൈനസ് 5 3 ആണ്. നമ്മുടെ ആൻസർ എന്ത് വരും? 3/4 എന്ന് വരും. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 ആണ്. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഘനഗംഭീരമായ കാൽക്കുലേഷൻ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാക്സിമം സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A shuttlecock used for playing badminton has the shape of a frustum of a cone mounted on a hemisphere. അപ്പൊ നമ്മൾ ആദ്യം ആ ഫിഗർ നോക്കുകയാണ്. ഒരു ഹെമിസ്ഫിയറിന്റെ മേലെ ഒരു ഫ്രസ്റ്റം, കോണിന്റെ ഫ്രസ്റ്റം മൗണ്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് കോക്ക് അല്ലെ? നമ്മുടെ ബാഡ്മിന്റൺ കോക്ക് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ദ എക്സ്റ്റേണൽ ഡയമീറ്റേഴ്സ് ഓഫ് ദ ഫ്രസ്റ്റം ആർ 5 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? മുകളിലുള്ളതായിരിക്കും ഓട്ടോമാറ്റിക്കലി 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? 2 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇനി ഷട്ടിൽ കോക്കിന്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 7 എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് എക്സ്റ്റേണൽ സർഫസ് ഏരിയ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് റേഡിയസ് എത്ര പറയാം? ഇവിടെ ഡയാമീറ്റർ, അപ്പം ഹെമിസ്ഫിയറിന്റെ ഡയാമീറ്റർ 2 ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് പറയാം? 1 സെന്റിമീറ്റർ ആണെന്ന് പറയാം അല്ലെ? ഇനി വലിയ റേഡിയസ് എത്രയായിരിക്കും? ഇവിടുത്തെ റേഡിയസ് എത്രയാ വരുന്നത്? 2.5 വരും അല്ലെ? ചെറുത് 1 വരുമ്പോ വലുത് 2.5 വരും. ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 7 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയസ്, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എത്രയാ വരണേ? 1 എന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ? ആ 1 മൈനസ് ചെയ്താൽ നമുക്ക് ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് കിട്ടില്ലേ? അപ്പൊ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് എത്രയാ വരുന്നത്? ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് നമുക്ക് 7 മൈനസ് 1 is equal to 6 എന്ന് കിട്ടും. ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? സ്ലാൻ ഹൈറ്റ് ആണ് വേണ്ടത് അല്ലെ? ആദ്യം നമ്മൾ സ്ലാൻ ഹൈറ്റ്, നമുക്ക് എക്സ്റ്റേണൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻ ഹൈറ്റ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ? എക്സ്റ്റേണൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ r പ്ലസ് r l പ്ലസ് 2 പൈ
πr². ഇതാണ് അല്ലെ എക്സ്റ്റേണൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഇനി എന്ത് വേണം? സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ √h² പ്ലസ് r മൈനസ് r the whole square. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്, √36. 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. പ്ലസ് 2.5 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 എന്നാണ് കിട്ടുക അല്ലെ. 2.5 മൈനസ് 1 സെന്റിമീറ്റർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 1.5 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1.5 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് കിട്ടും? 2.25 എന്ന് കിട്ടും അല്ലെ. 1.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5 ഇൻറ്റു 1.5 എന്ന് പറയുമ്പോൾ 25 ബാലൻസ് 2. ഇവിടെ എന്ത് വരും? 5 പ്ലസ് 5 എത്രയാണ്? 10 ആണ്. 10 പ്ലസ് 2 എത്രയാണ്? 12 ആണ്. ബാലൻസ് 1. ഇവിടെ 1 പ്ലസ് 1 എന്താണ്? 2 ആണ്. 2 പോയിന്റ് ഇടുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? നമുക്ക് എന്താ കിട്ടുന്നത്? √36 പ്ലസ് 2.25 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുന്നത്? 6.2 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 2.25ന്റെ 2 ആയിട്ടും 36 6. അപ്പൊ നമുക്ക് 6.2 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ലാന്റ് ഹൈറ്റ് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ സർഫസ് ഏരിയയിലേക്ക് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തൂടെ? പൈ നമ്മൾ എന്തായിട്ട് എടുക്കും? 22/7 ഇൻറ്റു 1 പ്ലസ് 2.5 ഇൻറ്റു 6.2 പ്ലസ് 2 ഇൻറ്റു 22/7 ഇൻറ്റു 1 സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 6.2. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് 3.5 ഇൻറ്റു 2 ആണ് 7. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. ഇത് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 കിട്ടും. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? 22. അപ്പോൾ 44/7 കിട്ടും. നമുക്ക് ഇവിടെ എന്താണ്? 11 ഇൻറ്റു 6.2 പ്ലസ് 44/7 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്നറിയാവോ? 74.29 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ കാൽക്കുലേഷൻ അധികം ചെയ്ത സമയം കളയണില്ല. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് തന്നെ അല്ലേ കിട്ടുന്നത് എന്ന്. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇതെന്ന് ഇപ്പൊ എന്ത് മനസ്സിലായി? മെൻസുറേഷന്റെ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. നേരാമാർഗം ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സമയം പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ 10th എക്സാം പോലെയോ അല്ലെങ്കിൽ CBSE ബോർഡ് എക്സാം, സ്റ്റേറ്റ് ബോർഡ് എക്സാം അതുപോലെ അല്ല നമുക്ക് എന്ത് വരുന്നത്? റെയിൽവേയുടെ എക്സാംസ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? ഒരുപാട് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന് എഴുതാനുള്ള സമയമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഞാൻ എപ്പോഴും പറയണ കാര്യമാണത്. അപ്പൊ എന്താണ്? നമുക്ക് ഒരിക്കലും എക്സാംസിന് ഇത്രയും സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് കാൽക്കുലേഷനിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പേപ്പറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പക്ഷേ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് തെറ്റിപ്പോകും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ പേപ്പറിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം എഴുതിയാൽ മതി. കാരണം ആവശ്യമില്ലാതെ മൈനസ് മാർക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. ഓക്കെ, അപ്പോ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം GK പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക. കാരണം GKക്ക് അധികം സമയമൊന്നും ആവശ്യം വരില്ല. റീസണിങ് ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ, ആദ്യം GK ചെയ്യും, അതിനുശേഷം റീസണിങ് ചെയ്യും. റീസണിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഒരുപാട് സമയം എടുക്കുന്ന തോന്നുകയാണെങ്കിൽ അത് അവിടെ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകും. എന്നിട്ട് മാത്സ് വരും, മാത്സിലേക്ക് വരും. മാത്സിലും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു പോകും. ഒരുപാട് സമയം എടുക്കും തോന്നുന്നത് സ്കിപ്പ് ചെയ്ത് പോകും. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് വരും. സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിവ്യൂവിന് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് കുറച്ച് സമയം എടുക്കും, നമുക്ക് ചെയ്യാൻ അറിയാം പക്ഷെ സമയം എടുക്കും തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? സെക്കൻഡ് ചാൻസിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടായില്ല എന്നുള്ള കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും താങ്ക് യു.